ഇന്ന് നമുക്ക് പഴം കൊണ്ട് അടിപൊളി പലഹാരം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വലിയ 2 പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. നന്നായി തന്നെ വേവണം. എന്നിട്ട് നമുക്കൊരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. പച്ചപ്പഴം എടുക്കരുത്, അത്യാവശ്യം പഴുപ്പ് വന്നിട്ടുള്ള പഴം തന്നെ ആയിരിക്കണം. എന്നിട്ടിത് നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. പഴം എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിൽ മാറ്റങ്ങളും വരുത്തണം. പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ആവശ്യമായ മധുരം എത്രയാണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും ചേർക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പുപൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തുകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഒന്നിച്ച് ആദ്യം ചേർക്കരുത്, കുറച്ച് എടുത്ത് കുഴച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവമാവുന്നവരെ നമുക്ക് നന്നായി ഇത് കുഴച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ അങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു വടയുടെ ഷേപ്പിലേക്കാണ് ഞാനിവിടെ മാറ്റിയെടുക്കുന്നത്. കുറച്ചെടുത്തിട്ട് കയ്യിൽ എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി ഒരു ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം, കൂടിപ്പോയാൽ വളരെ ഹാർഡായി പോവും. അങ്ങനെ നമ്മളെല്ലാം ഇതൊരു ഉഴുന്നുവടയുടെ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ഭാഗവും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായും തയ്യാറാക്കി കൊടുക്കണം. പഴവും ഗോതമ്പ് പൊടിയാണ്, മൈദയൊന്നുമല്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്നതുമാണ്. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.